കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്റർ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിത്തെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിത്തെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിതിൽ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇതിൽ നമുക്ക് പ്രോബ്ലം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്ന കൺസെപ്റ്റ് ആണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. MVA എന്നാണ് നമ്മൾ അതിനെ പറയാറ്. 2 വെയിറ്റേജിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. MVA പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. If the total market value of a company is more than the amount of the capital invested in it, the company has managed to create shareholders value. If the case is opposite, the market value is less than the capital invested, the company has destroyed shareholders value. The difference between the company's market value and capital invested is called as മാർക്കറ്റ് വാല്യൂ ആഡഡ് ഓർ MVA എന്നാണ് നമ്മൾ അതിന് പറയാറ്. ഓക്കെ, എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പനീസ് മാർക്കറ്റ് വാല്യൂ, കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് വാല്യൂ ആഡഡിൽ തന്നെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡും. ആ രണ്ട് കേസും എങ്ങനെയാണെന്നാ പറഞ്ഞത്, അതിന് രണ്ട് സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഈസ് മോർ ദാൻ the amount of capital invested ആണെങ്കിൽ the company has managed to create the shareholders value. ഷെയർഹോൾഡേഴ്സിന്റെ വാല്യൂ അവർ മാനേജ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അതായത് ഇഫ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഇസ് ലെസ് ദാൻ ദ മാർക്കറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണെങ്കിൽ കമ്പനി എന്തായിരിക്കുക ചെയ്യുക, കമ്പനി അവിടെ ചെയ്യുന്നത് ഡിസ്ട്രോയിഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്പനീസ് മാർക്കറ്റ് വാല്യൂ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് കൂടി നമ്മൾക്ക് പറയാം. ഓക്കെ, ദെൻ ഈ മാർക്കറ്റ് വാല്യൂ ആഡഡ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫോർമുലാസ് പറയുന്നുണ്ട്. ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഫോർമുലാസ് പറയുന്നുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ള ഐറ്റം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഇതിന്റെ രണ്ടാമത്തെ ഫോർമുലയാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി മൈനസ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മൂന്നാമത്തെ ഫോർമുലയായിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് total common shareholders equity, then total shares outstanding into current market price മൈനസ് ടോട്ടൽ കോമൺ ഇക്വിറ്റി എന്നുള്ളതാണ് ഫോർമുല. ഈ ഫോർമുലസ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇതല്ലാതെ നിങ്ങൾക്ക് ഒരു ഫോർമുല കൂടി പറയുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് ബുക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ MVA എന്ന് പറയുന്നത്. ദെൻ ഈ MVA നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതിൽ നമുക്കൊരു പ്രോബ്ലം പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് വാല്യൂ ആഡഡ് യൂസിംഗ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. Total number of shares issued 2 lakh, then number of shares held as treasury stock 11,000, then current price share 35.5 rupees, then total invested capital plus retained earnings is 45 lakh 3530, then cost of treasury stock is 3,90,500 എന്നുള്ളതാണ്. അസ്യൂം ദാറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഈക്വൽസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ആദ്യത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെ. കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അതല്ലാതെ തന്നെ നമുക്ക് ഐറ്റംസ് ഉണ്ട്. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി മൈനസ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്നുള്ളതാണ്. അതും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് ടോട്ടൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആ പ്രോബ്ലത്തിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് നമ്മളുടെ ടോട്ടൽ ഷെയർസും അതേപോലെ തന്നെ ട്രഷറി സ്റ്റോക്ക്, അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണമല്ലോ. ആഡ് ചെയ്താലായിരിക്കും നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, അത് രണ്ടും കൂടി ആദ്യം നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1,89,000 കിട്ടും. 1,89,000 നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 1,89,000 ഇൻറ്റു അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കറന്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കണം. കറന്റ് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട് 35.5 എന്നുള്ളതാണ്.
അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 67,09,500 എന്നുള്ളത് കിട്ടും. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി എത്രയാണ് എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി എങ്ങനെ നമ്മൾ നോക്കുക? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റേഡ് ക്യാപിറ്റൽ പ്ലസ് റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്നുള്ളത് 45,35,30 എന്നുള്ളത്. അത് പ്ലസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രഷറി സ്റ്റോക്കും അവിടെയുണ്ട് 3,90,500. അത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കിട്ടുന്നത്. 41,44,530 ആണ് നമ്മൾക്ക് അവിടെ കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ MVA കാൽക്കുലേറ്റ് ചെയ്യുക. MVA എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൈനസ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് 25,64,970 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ MVAയുടെ കാൽക്കുലേഷൻ വരുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ബുക്കിൽ വേറെ കുറച്ച് പ്രോബ്ലംസ് പറയുന്നുണ്ട്, മറ്റ് 2 ഇക്വേഷൻസ് വെച്ചിട്ട്. അത് സിമ്പിൾ ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് MVA കൊണ്ട് നമുക്ക് വരുന്ന യൂസ്ഫുൾനെസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, യൂസ്ഫുൾനെസ് ഓഫ് MVA ഇൻ ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ ഫേം എന്നുള്ളതാണ്. ഒന്ന് വന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ MVA എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനീസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈലി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേയിൽ ഒരു ഗുഡ് ഇൻഡക്ഷൻസ് അവർ തമ്മിൽ ഒരു ലീഡർഷിപ്പ് അതേപോലെ തന്നെ ഒരു നല്ല ഗവേണൻസ് എന്നുള്ളതൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമ്മുടെ MVA ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ MVA എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MVA. ഇതിന് അതിനുശേഷം കമ്പനി സസ്റ്റെയിൻ ചെയ്ത് പോകാനും അതേപോലെ തന്നെ ഒരു ടൈം പീരീഡ് വരുന്ന സമയത്ത് ടിപ്പിക്കലി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ MVA എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പേ ഔട്ട്സ് അതേപോലെ തന്നെ ഡിവിഡൻഡ് ബൈബാക്ക് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ MVA യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് MVA മേ നോട്ട് ബി റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് എ മാനേജ്മെന്റ് പെർഫോമൻസ് ഡ്യൂറിംഗ് ദ സ്ട്രോങ് ബുൾ മാർക്കറ്റ് വെൻ സ്റ്റോക്ക് പ്രൈസ് റൈസ് ഇൻ ജനറൽ. അതായത് നമ്മുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് വരുന്ന സമയത്ത് MVA എന്ന് പറയുന്നത് അത്രത്തോളം യൂസ്ഫുൾനെസ് അല്ല. ഓക്കെ, നമ്മൾ സ്ട്രോങ് ആയിട്ട് വരുന്നതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒരു മീഡിയം ടേം എന്നുള്ള രീതിയിലോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിൽ നമ്മുടെ MVA എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പ്രൈസിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു റൈസ് വരുന്ന സമയത്ത് MVA എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്നുള്ളതാണ്. മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം അല്ലെ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ള, അതായത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ വാല്യൂവിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂലായിരിക്കും നമ്മളുടെ ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാകുന്നത്, ആ വാല്യൂല് ആ സെറ്റിന്റെ വാല്യൂ. ഓക്കെ, അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കറന്റ്ലി ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിലുള്ള വാല്യൂവിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നടത്തുന്ന വാല്യൂവിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ദ റേഷ്യോ ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് to its book value. The ratio is used to find out the value of a company by comparing the book value of firm to its market value. അതായത് മാർക്കറ്റ് വാല്യൂവും ബുക്ക് വാല്യൂവും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു റേഷ്യോനെയാണ് മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് കമ്പനിയുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ഈസ് ട്രേഡിംഗ് ഹയർ ദാൻ ഇറ്റ്സ് ബുക്ക് വാല്യൂ പെർ ഷെയർ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഓവർ വാല്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അത് ഹയർ ആണെങ്കിൽ, ഹയർ ദാൻ ഇറ്റ്സ് ബുക്ക് വാല്യൂ പെർ ഷെയർ ആണെങ്കിൽ അതിനെ നമ്മൾ ഓവർ വാല്യൂഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. If the book value is higher than the market value, analysts consider the company is undervalued എന്നാണ് പറയുന്നത്. അങ്ങനെ 2 സിറ്റുവേഷൻ ആണ് നമ്മളുടെ MVA, അതായത് നമ്മുടെ മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. then അതേപോലെ തന്നെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കറന്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ MBA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു പ്രോബ്ലം നമുക്ക് നോക്കാം.
കാൽക്കുലേറ്റ് മാർക്കറ്റ് ടു ബുക്ക് വാല്യൂ ഫോർ പി ആൻഡ് ക്യൂ കമ്പനി യൂസിങ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. അതിൽ നമുക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസ്, രണ്ട് പി ക്യൂ എന്നുള്ള രണ്ട് കമ്പനിയുടെ തന്നിട്ടുള്ളത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 54.48 ആണ്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 2490 6672 ദെൻ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 362 625 ആണ്. ഓക്കെ, ദെൻ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ MVA എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ P എന്നുള്ളതിന്റെയും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ Q എന്നുള്ളതിന്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ P എന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 24119 എന്നുള്ളതാണ് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 362 ആണ് നമുക്ക് വരുന്നത്. അതിനാണ് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.68 എന്നുള്ളതാണ് കിട്ടുന്നത്. 6.68 എന്നുള്ളത് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾക്ക് ഓൾറെഡി ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഓക്കെ, കറന്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 54 ഡിവൈഡഡ് ബൈ 6.688 ചെയ്യുന്ന സമയത്ത് 8.08 എന്നുള്ളതാണ് നമ്മൾക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബുക്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ആൻസർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ബുക്കിലുള്ളത് അങ്ങനെ നോക്കി പഠിക്കരുത്, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, ദെൻ ക്യൂന്റെ വാല്യുവേഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ 6672 ആണ് അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 6672 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 625 അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 10.68 എന്നുള്ളതാണ് കിട്ടുന്നത്. ദെൻ നമ്മുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണുള്ളത്? കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ളത് 48 ആണ്. 48 ഡിവൈഡഡ് ബൈ ദെൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 10.68 ആണ്. ചെയ്യുന്ന സമയത്ത് 4.49 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഇന്റേണൽ ഗ്രോത്ത് റേറ്റ്, IGR എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങൾക്ക് 2 വെയിറ്റേജിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. IGR പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. IGR എന്ന് പറയുകയാണെങ്കിൽ ദ ഇന്റേണൽ ഗ്രോത്ത് റേറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് മാക്സിമം ഗ്രോത്ത് റേറ്റ് ദാറ്റ് എ ഫേം ക്യാൻ അച്ചീവ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ ഫിനാൻസ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫിനാൻസ് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഫേം തന്നെ ഒരു ഗ്രോത്ത് റേറ്റിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഗ്രോത്ത് റേറ്റ്. An internal growth rate is the highest level of growth achievable for a business without obtaining outside financing, and a firm's maximum internal growth rate is the level of business operation that can continue to fund a grow of the company എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഔട്ട്സൈഡ് ഫണ്ട് ഒന്നിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഇൻസൈഡിലുള്ള ഫണ്ട് വെച്ച് തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ കമ്പനി എത്രത്തോളം ഗ്രോത്തിലോട്ട് എത്താൻ പറ്റും, ഹയസ്റ്റ് ഗ്രോത്തിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മുടെ IGR എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ IGR എന്ന് പറയുന്ന നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. അതായത് നമ്മളുടെ IGR കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ROA ഇൻറ്റു റിഡൻഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇൻറ്റു ROA ഇൻറ്റു റിഡൻഷൻ റേഷ്യോ എന്നുള്ളതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ROA എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ROA നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് അസറ്റ്സ് ഓഫ് ദ കമ്പനി, ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, ദെൻ റിഡൻഷൻ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് ഓഫ് ദ ഫേം എന്നുള്ളതാണ് നമ്മളിവിടെ IGRന് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ IGRന് നമ്മൾ റീറ്റൈൻഡ് ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ള ഒരു ഫോർമുല കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ IGR എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ജിയോ ലിമിറ്റഡ് റിപ്പോർട്ടഡ് എ പ്രോഫിറ്റ് മാർജിൻ ഓഫ് 10.5%, total assets turnover ratio of 0.75 times, debt to equity ratio of 0.8 times, net income of rupees 5 lakh and dividend payout to common stockholders rupees 2 lakh of the firm. The firm has no preferred stock outstanding. What is the internal growth rate എന്നുള്ളതിനെയാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ IGR ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ROA ഇൻറ്റു റിഡൻഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ 1 മൈനസ് ROA ഇൻറ്റു റിഡൻഷൻ റേഷ്യോ എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം ROA കണ്ടുപിടിക്കണം. ROA കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ROA കണ്ടുപിടിക്കാനായിട്ട് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ROA പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ
ടോട്ടൽ ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ ഫേം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവിടെ ടോട്ടൽ അസറ്റ്സും ഫേമിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പ്രോഫിറ്റ് മാർജിന്റെ കൂടെ നമ്മുടെ ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ ഇൻഡ്യൂ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 10.5ന്റെ കൂടെ നമ്മൾ 0.75 ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ROI കിട്ടുന്നത്. 7.875% ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ റിഡൻഷൻ റേഷ്യോ ആണ്. റിഡൻഷൻ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 lakh മൈനസ് 2 lakh എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 lakh മൈനസ് 2 lakh, അപ്പൊ നമുക്ക് 3 lakh കിട്ടും. 3 lakh ഡിവൈഡഡ് ബൈ 5 lakh ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 5 lakh എന്ന് പറയുന്നത് എന്താണ്? 5 lakh എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് ഇൻകം ആണ്. ഓക്കെ, നെറ്റ് ഇൻകം ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആ നെറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മുടെ 5 lakhൽ നിന്ന് നമ്മുടെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ 2 lakh മൈനസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ആ കിട്ടിയ വാല്യൂവിന്റെ കൂടെ തന്നെ നമ്മളുടെ 5 lakh എന്നുള്ളത് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് 0.60 എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ആൻസർ നമുക്ക് കിട്ടി. 2 ആൻസർ നമുക്ക് കിട്ടിയതിനു ശേഷമാണ് എന്നിട്ടാണ് നമ്മുടെ ഇനി കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ IGR എന്ന് പറയുന്നത് 0.07875 എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയത് 7.875 ആണല്ലോ, അത് ഇൻറ്റു 100 എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്തത്. ഇത് അതല്ലാതെയാണ് നമ്മളിവിടെ ആൻസർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 0.07875 ഇൻറ്റു നമുക്ക് കിട്ടിയ 0.6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.07875 ഇൻറ്റു 0.6 എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ടുള്ളത് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 0.04725 എന്നുള്ളതാണ് കിട്ടുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആദ്യം ബ്രാക്കറ്റിലുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 0.04725 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മളുടെ ഈ 0.04725 നമ്മൾ 1 മൈനസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 0.95275 എന്നുള്ളതാണ് കിട്ടുന്നത്. ദെൻ ഈ കിട്ടിയ 2 ആൻസർ നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 4.95 എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4.95 എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ബുക്കിൽ 2 ഫോർമുലാസ് വെച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നിൽ പറഞ്ഞ ഫോർമുല വെച്ചിട്ടുള്ള ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു രീതിയിലോട്ടുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, മേ ബി ബുക്കിൽ കുറെ പ്രിന്റിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളുണ്ട്, കുറെ ആൻസേഴ്സിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ തെറ്റാണ്. അല്ലാതെ നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് പഠിക്കരുത്. ഓക്കെ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബുക്കിന്റെ സൈഡിൽ എവിടെയെങ്കിലും ആ ആൻസർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ IGR എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ SGR, അതായത് സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് if a firm is the maximum rate of the growth in sales that can be achieved given the firm's profitability, assets utilization, and the dividend payout and debt. ഇതിനെയൊക്കെയാണ് നമ്മുടെ ആ SGRൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ SGR എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഓൺ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് റവന്യൂവും അതേപോലെ തന്നെ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോവും സെയിൽസ് റവന്യൂ ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോവും അതേപോലെ തന്നെ അസറ്റ്സ് ടു ബിഗിനിങ് ഓഫ് പ്രോഫിറ്റ് ഇക്വിറ്റി റേഷ്യോയും റിഡൻഷൻ റേഷ്യോ എന്നുള്ള എല്ലാ റേഷ്യോസും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. മാക്സിമം റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ സെയിൽസ് ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് എന്നുള്ളതിനെയാണ് നമ്മുടെ ഈ SGR എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും അസറ്റ്സ് യൂട്ടിലൈസേഷനും ഡിസൈർഡ് ഡിവിഡൻഡ് പേ ഔട്ട് ആൻഡ് ഡെപ്റ്റ് റേഷ്യോന്റെ ബേസിസിലാകും നമ്മുടെ SGR എന്ന് പറയുന്നത്. ഈ SGRൽ തന്നെ നമ്മൾ കുറച്ച് മോഡൽസ് പറയുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ദ ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്തൗട്ട് ഇഷ്യൂയിങ് ദ ന്യൂ ഇക്വിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദെൻ മെയിൻറ്റെയിൻ ദ ടാർഗറ്റ് ഡിവിഡൻഡ് പേയ്മെന്റ് റേഷ്യോ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻക്രീസ് സെയിൽസ് ആസ് ദ റാപ്പിഡ്ലി ആസ് മാർക്കറ്റ് കണ്ടീഷൻ എലോ എന്നുള്ള 3 ബേസിസിലാണ് നമ്മുടെ SGR എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ഈ SGR ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. അതായത് ROE ഇൻറ്റു 1 മൈനസ് ഡി എന്നുള്ളതാണ്. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുള്ളതാണ് ROE എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ SGR യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ROE ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ROE ഇൻറ്റു 1 മൈനസ് ഡി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ 2 പ്രോബ്ലംസ് ആണ് പറയുന്നത്. അതിൽ ഓൾറെഡി ഉള്ള ഒരു പ്രോബ്ലം അത് സിമ്പിൾ ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ലാസ്റ്റ് ഇയർ മാനോൺ പ്ലാസ്റ്റിക് കമ്പനി ഹാഡ് എ ROE ഓഫ് 12.5 ആൻഡ് എ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓഫ് 20%. വാട്ട് ഈസ് ദ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ് നമുക്ക് ഫോർമുല പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മളിവിടെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫോർമുല ROE ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ROE ഇൻറ്റു 1 മൈനസ് ഡി എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ROE എന്ന് പറയുന്നത് എത്രയാണ്? ROE എന്ന് പറയുന്നത് നമ്മുടെ 12% ആണ്. അപ്പൊ അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.125 എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, 0.125 ഇൻറ്റു 1 മൈനസ് ഡി എന്ന് പറയുന്നത് 20% ആണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.2 എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് 0.125 ഇൻറ്റു 1 മൈനസ് 0.2 എന്ന് പറയുന്നത് 0.8 കിട്ടും. അപ്പൊ അവിടെ നമ്മൾക്ക് 10% എന്നുള്ളതാണ് കിട്ടുന്നത്. അതായത് 0.1 എന്നുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ദെൻ അതിനുശേഷം 1 മൈനസ് ROE എന്ന് പറയുന്നത് 0.125 ഇൻറ്റു 1 മൈനസ് ഡി എന്ന് പറയുന്നത് 0.2. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് 0.875 ഇൻറ്റു 0.8 എന്നുള്ളതാണ്. അതായത് 0.7 എന്നുള്ളതാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇത് രണ്ടിന്റെയും ഡിവൈഡഡ് ബൈ ചെയ്ത് കൊടുക്കുന്നതാണ്. 0.1 ഡിവൈഡഡ് ബൈ 0.7 ഈക്വൽ ടു 14.28 എന്നുള്ളതാണ് നമ്മൾ SGR കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് SGR ഇത്രയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഈ ബുക്കിൽ അതിന്റെ ആൻസർ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയാണ് ഇതിൽ ആൻസർ വരുന്നത്.